തുടരും ഡയറക്റ്റഡ് ബൈ തരുൺ മൂർത്തി. നമ്മൾ ഒരുപാട് നാളായിട്ട് മിസ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ലാലേട്ടൻ ഉണ്ടല്ലോ, ഫാമിലി മാൻ, ആക്ഷൻ, കോമഡി ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സൂപ്പർ കോമ്പിനേഷൻ. ആ ആക്ടറിനെ ഒന്നുകൂടി കാണണം എന്നുള്ളത് എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. ഈ പടത്തിൽ കണ്ടു, ഗംഭീരം. ഇതൊരു കിടിലമായിട്ടുള്ള പടമാണ് കേട്ടോ. അതായത് ഇതിന്റെ സ്റ്റോറി എന്ന് വെച്ചാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ ദുരഭിമാന കൊല എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൽ നിന്ന് ഉണ്ടാക്കി വന്നിട്ടുള്ള ഒരു കിടിലമായിട്ടുള്ള ഒരു പടമാണ്. ഒരു കംപ്ലീറ്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു പോയിട്ടുള്ളത്. മോഹൻലാൽ ശോഭന കോമ്പിനേഷൻ എന്ന് പറയുന്നത് സൂപ്പർ ആയിരുന്നു. അതായത് പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ലാലേട്ടൻ ശോഭന കോമ്പിനേഷൻ ഇല്ലേ, സെയിം സാധനം ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നല്ല കൃത്യമായിട്ട് തന്നെ അവര് പുതിയ രീതിയിൽ അത് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു അച്ഛൻ ക്യാരക്ടറും അതുപോലെ തന്നെ ഒരു അമ്മ ക്യാരക്ടറും പിന്നെ ഇവരുടെ കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷനും കാര്യങ്ങളും. അതായത് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു സൂപ്പർ ഡാഡി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മിഡിൽ ക്ലാസ് മാനായിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഗംഭീരമായിട്ടുള്ള കഥാപാത്രം. ഇനി ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ ഒരു ഒരു മല ഇടിഞ്ഞ് വരുന്ന ഒരു സംഭവം കാണിച്ചു വെച്ചിട്ടുണ്ട്. അത് എനിക്ക് അത്ര വർക്കായിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ചൂരൽ മല ദുരന്തം അതുപോലെ തന്നെ 2018 പോലത്തെ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അതത്ര കൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ആ ഭാഗത്തെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ അഭിനയവും അത്യാവശ്യം ഭയങ്കര ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത്ര ജെന്യൂൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഈ പടം ശരിക്കും ഇതൊരു ത്രില്ലർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു ആക്ഷൻ ത്രില്ലറായിട്ട് കണക്കൂട്ടാം. പക്ഷേ പടത്തിന്റെ ഇന്റർവെല്ല് വരെ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫാമിലി സ്റ്റോറി തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ ഇവര് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തെ കൂടാതെ ഈ പടത്തിലെ വില്ലൻ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള പ്രകാശ് വർമ്മ അതൊരു വൻ വില്ലൻ തന്നെയായിരുന്നു കേട്ടോ. അതായത് മാനറിസം നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി നോക്കിക്കഴിഞ്ഞാലും ഈവൻ അയാളുടെ ചിരിയും അയാൾ ആൾക്കാരെ വിഷ് ചെയ്തത് പോലും നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന രീതിയിലാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ആ കഥാപാത്രത്തിന് ഗംഭീരമായി തന്നെ നമ്മുടെ പ്രകാശ് വർമ്മ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇയാൾ അധികം സിനിമകളിലൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, ഉണ്ടോന്നറിയില്ല. പക്ഷെ ആ വില്ലൻ ഒരു ഒന്നൊന്നര വില്ലനായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ആള് ബിനു പപ്പു അവതരിപ്പിച്ച ഒരു പോലീസ് കഥാപാത്രമുണ്ട്. അത് ശരിക്കും നമുക്ക് ഈ പോലീസുകാരിൽ തന്നെ എപ്പോഴും ഇങ്ങനെ അടിമപ്പണി എടുത്തുകൊണ്ടിരിക്കുന്ന ചില പോലീസുകാരുണ്ടല്ലോ. അതായത് ഒരേ സമയം ഈ ഉദ്യോഗസ്ഥന്മാരെ അടിയും കൊള്ളണം, അതുപോലെ തന്നെ ഈ പബ്ലിക്കുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ അവർക്ക് നല്ല രീതിയിൽ അടി കിട്ടും. അങ്ങനെ രണ്ട് ഭാഗത്തുനിന്നും അടി കൊള്ളുന്ന ഒരു ചെണ്ട പോലത്തെ ഒരു റോളിലാണ് ബിനു പപ്പു അഭിനയിച്ചിട്ടുള്ളത്. ആ കഥാപാത്രം നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ധാരാളം പോലീസുകാരെ നമുക്ക് ഡെയിലി ലൈഫിൽ കാണാവുന്നതാണ്. പിന്നെ ഇത് കൂടാതെ ഇർഷാദ് അലി, മണിയമ്പിള്ള രാജു, പിന്നെ ശോഭനയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ നമ്മളെ അമൽ ഡേവിസ് ഈ പടത്തിൽ ചെറിയൊരു റോളിൽ അഭിനയിച്ചിട്ടുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ കുറെ ചെറിയ ആർട്ടിസ്റ്റുകൾ അവരുടെ റോളുകളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ അടിമുടി ഇതൊരു ലാലേട്ടൻ പടമാണ്, പറയണ്ടല്ലോ. ഫസ്റ്റ് ഹാഫ് വരെ നമ്മൾ ഒരുപാട് നാളായിട്ട് മിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാമിലി മാൻ ആയിട്ടുള്ള ഒരു ലാലേട്ടൻ. അതിൽ തമാശയുണ്ട്. ഇതിൽ അദ്ദേഹം സെൽഫ് ട്രോളുകളുടെ ഒരു വലിയ അഴിഞ്ഞാട്ടം തന്നെ ഉണ്ട് കേട്ടോ. അതായത് ലാലേട്ടനെ തന്നെ കളിയാക്കിക്കൊണ്ട് ഒരുപാട് ഡയലോഗും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അതുകൂടാതെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഈ സിനിമ റിവ്യൂസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ മലങ്കൾട്ട് എന്നൊക്കെ പറയുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെ തമാശയായിട്ട് തന്നെ വളരെ പോസിറ്റീവായിട്ട്, അതായത് ആരെയും ഹർട്ട് ചെയ്യാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് തമാശകളും കാര്യങ്ങളൊക്കെ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിലുണ്ട്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് പടം ഒരു റിവെഞ്ച് എന്നോ അല്ലെങ്കിൽ ത്രില്ലറിനോ ആക്ഷൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന സെക്കൻഡ് ഹാഫ് ആണ്. അത് അതിഗംഭീരമായി തന്നെ ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഇപ്പോൾ എമ്പുരാനിലെ ഫൈറ്റ് നോക്കിക്കഴിഞ്ഞാലും എമ്പുരാനിലെ ഫൈറ്റ് ഒക്കെ ഗംഭീര ഫൈറ്റ് തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ഈ ഫൈറ്റ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് കാണുന്ന സമയത്ത് നമുക്ക് അതുമായിട്ട് ഇമോഷണലി കണക്ട് ആവാത്തതിന്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് വലിയ അടിയാണ് നടക്കുന്നത്, പക്ഷെ എന്തോ നമുക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യുന്നില്ല. പക്ഷേ തുടരും എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ശരിക്കും നല്ലോണം കണക്ട് ചെയ്യും. പ്രത്യേകിച്ച് ഒരു ഹോട്ടലല്ല ലോഡ്ജിലുള്ള ഒരു ഫൈറ്റ് ഉണ്ട് കേട്ടോ. ആ ഫൈറ്റ് കിടിലമായിരുന്നു. അത് കിടിലമാണെന്ന് വിചാരിച്ച് ഇങ്ങനെ അതിന്റെ ഒരു ഓളത്തിൽ പോകുന്ന സമയത്താണ് ഒരു പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് വരുന്നത്. പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് ഒരു ഒന്നൊന്നര ഫൈറ്റ് ആണ്. ഗംഭീരം എന്ന് വെച്ചാൽ നമ്മള് ഒപ്പം മൂവിയിലൊക്കെ കാണും, ഒപ്പത്തില് ശരിക്കും ലാലേട്ടനെ പോലീസ് സ്റ്റേഷനിൽ അടിക്കുന്ന സമയത്ത് ഇയാൾ തിരിച്ചടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു റേഞ്ചിൽ തന്നെ അവർക്ക് ചെയ്തു വെക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഗംഭീരം. ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല കേട്ടോ, രണ്ട് സിറ്റുവേഷനിൽ ചെയ്തിട്ടുള്ള ഫൈറ്റ് ആണ്. പക്ഷെ എനിക്ക് അങ്ങനെ പറയാൻ വേണ്ടി തോന്നി. അതായത് അങ്ങനെ തോന്നലുണ്ടാക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ കൊള്ളാം, ഫൈറ്റ് കൊറിയോഗ്രഫി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവസാനത്തെ ആ കാട്ടിലുള്ള ഫൈറ്റ് ആണെങ്കിലും അത്യാവശ്യം കിടിലമായിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു. ഈ ദുരഭിമാന കൊല എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതായത് ഇന്ത്യയിൽ ഒരുപാട് ദുരഭിമാന കൊലകൾ നടക്കുന്നുണ്ട്, കേരളത്തിലും ഒരുപാട് നടക്കുന്നുണ്ട്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്ലോട്ട് എന്ന് പറയുന്നത്. അതിന് അത്യാവശ്യം നല്ല രീതിയിൽ ഇവർ ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. KR സുനിലാണ് ഈ സിനിമ എഴുതിയിട്ടുള്ളത്. കോ റൈറ്ററായിട്ട് നമ്മുടെ തരുൺ മൂർത്തിയും എഴുതിയിട്ടുണ്ട്. സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്തു പറയണം, ജേക്സ് ബിജോയ് ആണ്.
അന്യായമായിട്ടുള്ള വർക്കാണ്. ഇതിൽ നമ്മുടെ ശാന്തമീ രാത്രി എന്നുള്ള പാട്ടില്ലേ, ആ പാട്ട് റീവർക്ക് ചെയ്തിട്ടുണ്ട്. വലിയ ബോറാക്കാത്ത രീതിയിൽ നല്ല പ്ലേസിങ് ആയിരുന്നു കേട്ടോ. കറക്റ്റ് സ്ഥലത്ത് തന്നെ ആ പാട്ട് കൊണ്ടുപോയി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബോറാക്കാത്ത രീതിയിൽ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ട്രൈബൽസിന്റെ ഉത്സവം കാണിക്കുന്ന ഒരു സീൻ ഉണ്ട്, അവിടെ ചെയ്ത് വെച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ഒരു യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അടിപൊളിയായിരുന്നു. നമുക്കൊരു ആവേശം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ പടത്തിന്റെ ഇമോഷൻ കൃത്യമായിട്ട് ഓഡിയൻസിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ പടത്തിന്റെ സിനിമാറ്റോഗ്രഫി ഷാജി കുമാറാണ് ചെയ്തിട്ടുള്ളത്. നീറ്റ് ആയിട്ടുള്ള വർക്കായിരുന്നു. കാട് കാണിക്കുന്നതൊക്കെ ശരിക്കും ഫീൽ ചെയ്യും, അതൊരു കാടാണ്. പ്രത്യേകിച്ച് മഴ ഒക്കെ എടുത്തു വെച്ചിട്ടുള്ളത് ഗംഭീരമായിരുന്നു. ഇതിന് മുമ്പ് എനിക്ക് മഴ നല്ലോണം ഫീൽ ആയ ഒരു പടം എന്ന് വെച്ചാൽ ഈമയവുമായിരുന്നു. ഈ പടത്തിൽ മഴയെ നമുക്ക് വേണമെങ്കിൽ ഒരു ക്യാരക്ടറായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതായത് ഭയങ്കര ഡീപ്പായിട്ടൊരു ഇമോഷനാണ് അതിൽ പറഞ്ഞു പോകുന്നത്. 2 എഡിറ്റേഴ്സ് ആണ് ഈ പടത്തിലുള്ളത്. ഒന്ന് നിഷാദ് യൂസഫ്, അദ്ദേഹം പിന്നീട് മരണപ്പെട്ടു. പിന്നെ വേറൊരാൾ ഉണ്ട്, ഷെഫീഖ് എന്ന് പറയുന്ന ഒരാളാന്ന് തോന്നുന്നു, ഷെഫീഖ് എന്നാന്ന് തോന്നുന്നു പേര്. എഡിറ്റിംഗ് വർക്കും നന്നായിരുന്നു. നമുക്ക് മൊത്തത്തിലൊരു ഫ്ലോ ഫീൽ ചെയ്യും. എവിടെ അങ്ങനെ വലിയ ജെർക്കോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. വളരെ നീറ്റ് ആയിട്ട് തന്നെ ഇട്ടുണ്ട്. പിന്നെ അതിന്റെ സ്റ്റാർട്ടിങ്ങിലെ ഒരു എന്താണ് ഈ മലയിടിച്ചിൽ ദുരന്തത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു ഭാഗമുണ്ട് സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ. അതും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ, അതായത് ഈ ക്രൗഡിന്റെ അഭിനയങ്ങളൊക്കെ കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നി. പക്ഷെ രണ്ടാമത് ആ ഒരു ദുരന്തം കാണിക്കുന്ന സമയത്ത് കുറച്ചുകൂടി എന്താണ് ഉള്ളിലുള്ള കാര്യമാണ് കാണിക്കുന്നത്. അതായത് ഒരു വണ്ടിയുടെ അകത്തുള്ള ഒരു ഭാഗമാണ് കാണിച്ചിട്ടുള്ളത്. അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡയറക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട്. തെന്മൂർത്തി കൊള്ളാം, നല്ല ക്വാളിറ്റി ഉള്ള ഒരു മേക്കറാണ്. അതായത് ഒരു വലിയ പടം, വലിയൊരു സ്റ്റോറിയാണ് ഇത്, പക്ഷെ നല്ല രീതിയിൽ തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കൈയടക്കമുള്ളൊരു ഡയറക്ടറാണ്. എവിടെയും ഡയറക്ടറുടെ കയ്യിൽ നിന്ന് സിനിമ എവിടെയും ഇങ്ങനെ പോയിട്ടില്ല. ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു ആക്ടറിനെ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുതിയ ജനറേഷനിലത്തെ ഡയറക്ടേഴ്സ് എല്ലാം ഈ രീതിയിൽ അദ്ദേഹത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ കൊള്ളാം. അതായത് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ നെഗറ്റീവും കാര്യങ്ങളൊക്കെ പൊളിച്ച് അടുക്കി ഒരു വലുതല്ല, ഒരു നല്ല നല്ല സിനിമകളൊക്കെ നമുക്ക് കാണാൻ ഇനിയും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും. തരുൺമൂർത്തി അത്യാവശ്യം നല്ല ഡയറക്ടറാണ്. ഓപ്പറേഷൻ ജാവ എന്ന് പറയുന്ന പടം എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവിയാണ്. കൊള്ളാം, അയാൾ നല്ല കഴിവുള്ള ഡയറക്ടർ തന്നെയാണ്, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ട ആള് അഭിലനാണ് കേട്ടോ, പ്രകാശ് വർമ്മ. അയാൾ തകർത്തിട്ടുണ്ട്. ആൾക്കാർ വിഷ് ചെയ്യുന്നൊരു സീൻ തന്നെയുണ്ട്. അതായത് വല്ലാണ്ട് മാന്യനായിട്ടുള്ള, നമുക്കറിയാലോ വല്ലാണ്ട് മാന്യത ഇതൊക്കെ കാണിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചില വില്ലത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ക്യാരക്ടറിനെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഹർഷ ബൈജു, അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് അല്ലേ, അവരും ഈ പടത്തിൽ ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ മറ്റേ ഓതളങ്ങത്തുരത്തിലെ നത്തും ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശോഭി തിലകനാന്ന് തോന്നുന്നു, ശോഭി തിലകനും ചെറിയൊരു റോളിൽ അഭിനയിച്ചിട്ടുണ്ട്. പറയാൻ വിട്ടുപോയി, ഫർഹാൻ ഫാസിലും ഈ സിനിമയിൽ വലിയ റോൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് പറയാൻ വിട്ടുപോയതാണ്. ഒരു പോലീസ് റോളിലാണ് അഭിനയിച്ചിട്ടുള്ളത്. ആ ക്യാരക്ടറും അടിപൊളിയായിരുന്നു. പിന്നെ മൊത്തത്തിലൊരു ലാലേട്ടൻ പടമാണ്. തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ലാലേട്ടനെ കണ്ടിരിക്കാം. നമ്മൾ ഒരുപാട് നാളായിട്ട് മിസ്സായിട്ടുള്ള ആ ഒരു ലാലേട്ടനെ നമുക്ക് ഈ പടത്തിൽ കാണാൻ വേണ്ടി പറ്റും. അദ്ദേഹത്തിന്റെ ഫിസിക് ആണെങ്കിലും, പ്രത്യേകിച്ച് മുഖത്തുള്ള അദ്ദേഹത്തിന്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഈ പടത്തിൽ വല്ലാണ്ട് നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് നാളായിട്ട് മിസ്സായ ഒരു സംഭവമായിരുന്നു അത്. ആ ഫാക്ടേഴ്സ് ഒക്കെ സിനിമയിലൂടെ തിരിച്ചു വന്നിട്ടുണ്ട്. കൊള്ളാം, നല്ല പടമായിട്ട് തുടരും. എനിക്ക് തോന്നുന്നു ഫാമിലി ഓഡിയൻസ് അത്യാവശ്യം നല്ല രീതിയിൽ ഇടിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. ഗുഡ്, അടിപൊളി പടം തുടരട്ടെ.